നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാന്തോക്യ ഉപനിഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ശ്ലോകം അഥ ഹോവാസോദ്ദാലക മാരുണീം ഗൗതമ കം ത്വമാത്മാമുപാസ ഇതി പൃഥിവീഷ്മേഷു ഭഗവോ രാജന്നിതി ഹോവാചൈഷ വൈ പ്രതിഷ്ഠാമ വൈശ്വാനരോ യം ത്വമാത്മാനുപാസേ തസ്മാത് ത്വം പ്രതിഷ്ഠേത്തോസി പ്രജയാ ച പശുഭിശ്ച. അതിനുശേഷം അദ്ദേഹം ഉദ്ദാലക ആരുണിയോട് പറഞ്ഞു, ഗൗതമ, നിങ്ങൾ ആത്മനായി പൂജിക്കുന്നത് ആരെയാണ്? ഭൂമിയെ, രാജാവേ. അദ്ദേഹം പറഞ്ഞു, പ്രാപഞ്ചിക ആത്മൻ നിങ്ങളെ പിന്താങ്ങുന്ന, നിങ്ങൾ ആത്മനായി പൂജിക്കുന്ന എന്തോ അതാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തതികളിലും കന്നുകാലിലും പിന്താങ്ങപ്പെടുന്നു. 2-ാമത്തെ ശ്ലോകം അക്സ്യന്നം പശ്യസി പ്രിയമക്സ്യന്നം പശ്യതി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതമേവാത്മനം വൈശ്വാനരുപാസേ പാദൗ ത്വേതാവാത്മന ഇതി ഹോവാച പാദൗ തേ വ്യമലാസ്യേതാം യന്മാം നാഗമിഷ്യ ഇതി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അതാണ്. പ്രാപഞ്ചിക ആത്മനെ ഉപാസിക്കുന്ന ഇങ്ങനെയുള്ള ഒരുവന്റെ കുടുംബത്തിൽ പരിശുദ്ധ ജ്ഞാനത്തിന്റെ പ്രാഗൽഭ്യമുണ്ട്. പക്ഷേ അത് ആത്മന്റെ കാലുകൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ കാലുകൾ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ദ്രവിച്ചു പോകുമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ആത്മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഭൂതി യോഗത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകങ്ങളാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശേ സ്ഥിത അഹം ആദിശ്ച മദ്യം ച ഭൂതാനാം അന്ത ഏവച എന്നാണ്. ആദിശ്ച മദ്യം ച, രണ്ടും അന്തവും. അതിനുശേഷം പറയുന്നു ഞാനാണ് ഇതെല്ലാം എന്നാണ്. അപ്പൊ ആദ്യം ആത്മനാണ് ഞാൻ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിയേഷനിലെല്ലാം ഞാൻ തന്നെയാണ്. ഞാനാണ് ഹിമാലയം, ഞാനാണ്
മഹർഷിമാരെ, ഞാനാണ് ദേവന്മാരെ, ഞാനാണ് അർജുനൻ, എല്ലാം ഞാനാണ്, നല്ലതും ചീത്തയൊക്കെ ഞാനാണ്. അപ്പൊ ഞാൻ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതായി ഞാൻ മാറുന്നു. അപ്പൊ എന്താണ് ആത്മൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, അത് ആത്മനായി മാറുന്നു. ആത്മമിത്രം എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ചിന്തയെ പൂജിക്കുകയാണ്, അതിൽ തന്നെ അട്രാക്ട്, അതെന്റെ ആത്മനായി മാറും. നമ്മൾ അത് നയിക്കപ്പെടുന്നു. എന്താണ് നമ്മളെ പിന്താങ്ങുന്നത് അത് നമ്മളെ കൺട്രോൾ ചെയ്യും, അത് നമ്മളുടെ ആത്മൻ എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാം ആത്മൻ തന്നെയാണ്. ഈശ്വരനല്ലാത്ത ഒന്നുമില്ല, ആത്മനല്ലാത്ത ഒന്നുമില്ല. അപ്പൊ ഹിരണ്യകശ്യപു പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, ഈശ്വരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹിരണ്യകശ്യപു തന്നെയാണ് ഈശ്വരന്റെ ഒരു ഭാഗം. ഈശ്വരൻ ഹിരണ്യകശ്യപുമായിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആത്മൻ ഈ ശരീരത്തിൽ കുടുങ്ങുമ്പോൾ ഹിരണ്യകശ്യപു മാത്രമായി നിൽക്കുന്നു. എന്റെ കാര്യം, എന്റെ ചിന്ത, എന്റെ പ്രവൃത്തികൾ. കുറച്ചുകൂടിയും ചിന്തിച്ച് കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബം എന്റെ ആത്മനായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ പറയുന്നു ഭക്ഷണത്തെ പൂജിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ ഗ്രോസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ സൂക്ഷ്മമായിട്ട് ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഓർഗാനിക് ഫുഡേ കഴിക്കുള്ളൂ, ഞാൻ അതേ കഴിക്കുള്ളൂ, ഇതേ കഴിക്കും. ഭക്ഷണം നമ്മൾ റൂൾ ചെയ്യാൻ തുടങ്ങും. എപ്പോഴും ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആകർഷിക്കുന്നവർ, അതിന്റെ പുറകെ പോകുന്നവരുണ്ട്. ഭക്ഷണം നമുക്കൊരു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഇത് കഴിക്കില്ല, അത് കഴിക്കില്ല, ചിലരൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ സ്നേഹബന്ധങ്ങൾ തന്നെ ഭക്ഷണം കൊണ്ട് ഇല്ലാണ്ടായി പോകും. അമ്പലത്തില് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവാലയങ്ങൾ ഭക്ഷണം കഴിക്കുക, അതിലെന്തോ പ്രാധാന്യമുണ്ട്. പക്ഷെ ഭക്ഷണത്തിനാ പ്രാധാന്യം, അല്ലാതെ ഉപാസനയ്ക്കല്ല പ്രാധാന്യം. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് മാസ്റ്റർ സ്മരിക്കുകയാണെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്, പ്രാപഞ്ചിക ആത്മനെ ഉപാസിക്കുകയാണെങ്കിൽ ആ കുടുംബത്തില് ഈശ്വരൻ ആണ് നിറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഭക്ഷണത്തെ പറ്റി ഓരോരുത്തർ ചിന്തിക്കാൻ നിറച്ചു. ഒരാള് ദോശയെ പറ്റി തന്നെ ചിന്തിക്കുന്നു, മറ്റാൾ ദോശയിലുള്ള ഉപ്പിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു, മറ്റാൾ ചട്നിയെ കുറിച്ച് ചിന്തിക്കുന്നു, മറ്റാള് മസാലയെ കുറിച്ച് ചിന്തിക്കുന്നു. ടേസ്റ്റ് പോരാ, അപ്പൊ അവർ അതായിട്ട് മാറുന്നു, സ്പ്ലിറ്റ് ആവുന്നു. അതാണ് ഈ കുടുംബങ്ങളിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നത്. എന്റെ മുറി, എന്റെ പുസ്തകം, എന്റെ കസേര, എന്റെ പാത്രം, അപ്പൊ അതൊക്കെ എന്നെ കൺട്രോൾ ചെയ്യുന്നു, അത് ആത്മനായിട്ട് മാറുന്നു. അപ്പൊ ഭക്ഷണം ജീവിതത്തിന് അടിത്തറയാകുമ്പോൾ അത് ആത്മനം. അതാണ് ഭൂമിയെ എന്ന് പറയുന്നത്. ഭൂമി അന്നമാണ്, അന്നമയ കോശം. ആ ഭൂമി നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഈ ഭൂമി തൊട്ടാൽ ഞാൻ എങ്ങടാ പോവുക, മരിച്ചാൽ ഞാൻ എന്താ ആവുക എന്നുള്ള ചിന്ത. കാരണം നമ്മൾ ഇതായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. എനർജിയാണ് ഞാൻ എന്ന് വെച്ചാൽ എനർജി എന്നെ കൺട്രോൾ ചെയ്യുന്നു. പലരും എനർജിക്ക് പ്രാധാന്യം കൊടുക്കും, സ്ട്രെസ് റെഗുലേഷൻ. അപ്പോൾ സ്ട്രെസ് ഇല്ലാണ്ട് ജീവിക്കുക, അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. മനസ്സാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിച്ച് തപസ്സിന് പോകുന്ന ആൾക്കാർ. അപ്പോൾ ശരീരത്തിന്റെയും കുടുംബത്തിനും ഉത്തരവാദിത്തങ്ങൾ മനസ്സ് ഉയർത്തുക എന്നുള്ള ചിന്തയിൽ പോകും. അപ്പൊ അത് ആത്മനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മള് ഗുരുവിനെ പുറത്ത് പ്രതിഷ്ഠിച്ചിട്ട് ആ ഗുരു പറയുന്നതേ ഞാൻ കേൾക്കുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ആ ഗുരു പറയുന്ന വാക്കുകളിലും സെന്റൻസ് മാത്രം കുടുങ്ങി നിൽക്കുമ്പോൾ അത് നമ്മുടെ ആത്മനായിട്ട് മാറും. അതാണ് ലാലാജി മഹാരാജ് പറയുന്നത്, പുറത്ത് എന്ത് പ്രതിഷ്ഠിച്ചാൽ നിങ്ങൾക്ക് സറ്റാനായി മാറുന്നതാണ്. നിങ്ങൾ പ്രോഗ്രസീവ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ബ്ലോക്ക് ഡൗൺ ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, ട്രൂത്തിലേക്ക് കണക്ട് ചെയ്ത്, യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ആത്മനായിട്ട് മാറും. അപ്പൊ ആരാണ് ശരിക്കും ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആരാന്ന് മൈസെൽഫ്. ബാക്കിയെല്ലാം അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് സ്വാർത്ഥതയല്ല, ഇതാണ് ഹയസ്റ്റ് നിസ്വാർത്ഥത. പലരും ഇതിനെ സ്വാർത്ഥ തലത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് കഷ്ടമാണ്. ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യും. നേരെ വെച്ചാൽ എന്റെ ശരീരമാണ് ഞാൻ, ശരീരത്തിന് പ്രാധാന്യം കൊണ്ട് ഞാൻ സ്വാർത്ഥനായി മാറുന്നു. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യണം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ആരെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. മാസ്റ്ററാണ് ചൂസ് ചെയ്യുന്നത് അതോ ക്രിയേഷനാണ് ചൂസ് ചെയ്യുന്നത്? ബാബുജി മഹാരാജ് പറഞ്ഞിട്ട്, ഒരു പ്രിസപ്റ്റർ ഒരിക്കല് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ബാബുജി മഹാരാജ് വരികയാണ്. അപ്പോ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ബാബുജി മഹാരാജിനെ കാണാൻ പോകുന്നു. ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോൾ പേപ്പറിൽ റിപ്പോർട്ടുണ്ട് ബാബുജി മഹാരാജ് സിറ്റിയിൽ വരുന്നത്. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇനി നാളെ നിങ്ങൾ ബാബുജി മഹാരാജെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, ഞാൻ ബാബുജി മഹാരാജെ കാണാൻ പോകാറുള്ളൂ. തിരിച്ചു വന്ന ഭാര്യയും കുട്ടികളൊക്കെ പോയി. ബാഗും ഒരു വീട്ടിൽ വന്നപ്പോൾ ആരുമില്ല. ഇദ്ദേഹത്തിന് വളരെ വിഷമായി. ഇദ്ദേഹം ബാബുജി മഹാരാജിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പ്രോബ്ലമായി, ഞാനിപ്പോ എന്താ ചെയ്യുക? ബാബുജി മഹാരാജ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്, യു ഷുഡ് ചൂസ് ബിറ്റ്വീൻ യുവർ ഫാമിലി ആൻഡ് മാസ്റ്റർ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഐ ചൂസ് മൈ മാസ്റ്റർ എന്ന് പറഞ്ഞു. സോ ബി ഇറ്റ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു.
കുറച്ച് ദിവസം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും തിരിച്ചു വന്നു. ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് ബാബുജി മഹാരാജ അല്ല. ബാബുജി മഹാരാജിനോടുള്ള അദമ്യമായിട്ടുള്ള ആ ഒരു സറണ്ടർ കാരണം അദ്ദേഹം ഹൃദയത്തിൽ ബാബുജി മഹാരാജിനെ സൃഷ്ടിച്ചിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഈശ്വരനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈശ്വരനിലേക്ക് ശക്തി കൊടുക്കുമ്പോൾ അത് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയായിട്ട് മാറും. നേരെ മറിച്ച് യഥാർത്ഥത്തിലുള്ള ഉണ്മയിലേക്ക് ഞാൻ കണക്ട് ചെയ്ത ഉണ്മയെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഡിവൈനായി മാറും. ഇതാണ് ആ ഛാന്തോക്യോപനിഷത്ത്. നമ്മൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. നമ്മളൊരു മാനസിക സങ്കല്പത്തെ, അത് ഏതായാലും കുഴപ്പമില്ല, ഒരു വിഗ്രഹമായാലും ഒരു വ്യക്തിയായാലും ഒരു ശക്തിയായാലും ഇനി രൂപമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻസ്, ആ ഡെഫിനിഷനിൽ കുടുങ്ങി കിടക്കുമ്പോൾ അത് എന്നെ റൂൾ ചെയ്യുന്ന ശക്തിയായി മാറുന്നു. അത് ആത്മന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തില് നമുക്ക് ആത്മനെ മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കില്ല, അത് എക്സ്പ്രസ് ചെയ്യാനേ ക്യാരക്ടറിൽ എക്സ്പ്രസ് ചെയ്യാനേ സാധിക്കുള്ളൂ എന്നുള്ളത് വീണ്ടും 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 നമ്മൾ ഓർമ്മിക്കണം. സ്നേഹത്തിൽ എക്സ്പ്രസ് ചെയ്യാനേ സാധിക്കും. ഞാൻ എവിടെ എത്തി എന്നുള്ളത് ഉള്ളിൽ നോക്കിയിട്ട് ഞാൻ എത്രത്തോളം ലോകത്തിന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്, എന്റെ സെപ്പറേഷൻ ബൗണ്ടറീസ് എത്ര ഇല്ലാണ്ടായി മാറി, ഞാൻ എത്ര ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടായി മാറി, എല്ലാവരുടെയും സന്തോഷങ്ങൾ ഞാൻ അതേപോലെ സന്തോഷിക്കുന്നുണ്ടോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യണം. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. ഞാൻ ഈ ഒരു സ്റ്റേജ് ഓഫ് ആത്മനിൽ നിന്ന് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തലത്തിലേക്ക് ബ്രഹ്മൻ എന്ന് പറഞ്ഞ ഈശ്വരൻ തലത്തിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. ഒടുക്കം ഞാൻ തന്നെയാണ്. അപ്പോഴാണ് ആത്മനും ബ്രഹ്മനും ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്. എവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറയുന്ന ഞാനവര് എക്സ്പ്രസ് ചെയ്യണം. ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതേക്കുറിച്ചൊരു വളരെ ആഴത്തിൽ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.